ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറെ പേര് കാണും. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെയാണ്. വെച്ചാൽ ലൈഫിൽ ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും അതിൽ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുക, ഒരു കുണം പിടിക്കണിയല്ലോ, ഒന്ന് രക്ഷപ്പെടണില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവും ഗൈസ്. ഈ തംബ്നെയിൽ കണ്ടിട്ട് വീഡിയോ ഓണാക്കിയ നിങ്ങളും അങ്ങനെയാണ്. സത്യം പറയാമല്ലോ ഗൈസ്, ഞാനും അങ്ങനെയാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും ഈ സ്റ്റേജിലാണെങ്കിലും ഈ സ്റ്റേജിൽ സ്റ്റക്ക് ആവാണ്ട് എന്നെ കുറച്ച് പുഷ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ മൂവ് ചെയ്യാൻ സഹായിച്ച കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പം എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പുഷ് കിട്ടുമെന്ന് എനിക്ക് 100% ഷുവറാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എനിക്ക് 21 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി ഞാൻ BSc മാത്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 years ആയി. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കുറേ കുട്ടികളിൽ കുറേ പേര് ജോബിന് കയറിയിട്ടുണ്ട് ഈ വർഷം. ആൻഡ് കുറേ പേര് ഈ പ്രൊഫഷണൽ കോഴ്സ് എടുത്തോണ്ട് തന്നെ അവർക്ക് അടുത്ത വർഷം ഇറങ്ങുമ്പോഴേക്കും ജോബ് കിട്ടും. അങ്ങനെ എല്ലാവരും ഒരു സെറ്റിൽ ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിൽ ഹാപ്പിയാണ് ഞാൻ. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ എന്നെ സെൽഫ് ഡൗട്ട് തുടങ്ങി. അതായത് സെൽഫ് ഡൗട്ട് ഭയങ്കരമായി മാറി. വെച്ചാൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല. ഇവരൊക്കെ സാലറി കിട്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവരെ പാരൻസ് എത്ര പ്രൗഡാവും ഇവരിങ്ങനെ ചെയ്യുന്നതിൽ. എൻ്റെ പേരൻസിനെ ഞാൻ ഏത് കാലത്ത് പ്രൗഡാക്കാനാണ്? എനിക്ക് 21 വയസ്സായി. അങ്ങനെ ഭയങ്കര കുറ്റബോധം എന്നറിയുക വെറുതെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കോംപ്ലക്സ് അല്ല, സെൽഫ് ഡൗട്ട് അടിക്കുക ഒക്കെ അങ്ങോട്ട് മൈൻഡിലോട്ടാണ്ട് കയറി. അങ്ങനെ ഈ സ്റ്റക്കായ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ കുറച്ച് ഡിപ്രഷൻ സ്റ്റേജിലോട്ടായി അടുത്തത്. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മുടെ സ്റ്റേജ് ഇപ്പോൾ സ്റ്റക്കാണെങ്കിലേ ഇത് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയാൽ അത് നേരെ ഡിപ്രഷനിലോട്ടാവും മാറുക. അത് പിന്നെ പിടിച്ചാൽ കിട്ടൂല. സോ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ, ഫസ്റ്റത്തെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കണം ഇത് നോർമലാണോ എന്ന്. ഇത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഇത് വളരെ 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 നോർമലാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഓരോരുത്തരുടെ, അവർ ചിലപ്പം ബാക്കിലിട്ട എഫേർട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. മേ ബി അവർ നമ്മളെക്കാൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാണെങ്കിലും അവർ ആ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ആണോന്നല്ല ആവും. അതുകൊണ്ട് നമ്മൾ ആ ഹാർഡ് വർക്ക് ഇടുക, നമ്മൾ എഫേർട്ട് ഇടുക. അതുകൊണ്ട് അത് ഇടാതെ നമ്മൾ നമ്മളെ തന്നെ പഴിചാരിയിട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കുക ഇത് നോർമലാണ്. എല്ലാവരും ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. 90% ആൾക്കാർ ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് ഒരു അച്ചീവ് ചെയ്തെന്ന് വിചാരിച്ചാൽ, ആ 90% ആൾക്കാരും അവിടെ നിന്നില്ല. അവർ പുഷ് കൊടുത്ത്, സ്വയം ഒരു പുഷ് കൊടുത്തിട്ട് മൂൺ ചെയ്തു. ആ സ്റ്റേജ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ് മറക്കണ്ട, ഇത് മൈൻഡെടുത്ത് കളി എല്ലാവർക്കും ഈ സ്റ്റേജിലുണ്ട്. ഇപ്പം നിങ്ങൾക്കുണ്ട്, ഇപ്പം എനിക്കുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ആ സ്റ്റേജ് അങ്ങോട്ട് മറികടക്കാം. രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഗൈസ്, ഇപ്പോൾ ഇത് സ്റ്റുഡൻസിനൊക്കെ ആവട്ടോ കുറച്ചും കൂടെ എന്താ പറയുക അടിപൊളിയാവുക. സ്റ്റുഡൻസിന് മാത്രമല്ല, കരിയർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം നമ്മൾ ആ റുട്ടീൻ കുറച്ചൊന്ന് ചേഞ്ച് ആക്കുക. കാരണം എന്താ പറയുക, നമ്മൾ കുറേ കാലമായിട്ട് ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അഡാപ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു കംഫർട്ട് പ്ലേസ് ആയി മാറും. ഈ കംഫർട്ട് പ്ലേസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യും. നമ്മളൊന്ന് കൂടുതൽ പ്രോഗ്രസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എണീക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെറുതായിട്ടൊക്കെ റൊട്ടീൻ മാറ്റുക. അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് ആണ്, നാളെ ഇപ്പോൾ പെട്ടെന്ന് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം. സോ 5 മണിക്ക് എണീക്കുന്നു, 11 മണി വരെ പഠിക്കുക, രാത്രി അങ്ങനെ ഒരു 10 hours സ്റ്റഡി അങ്ങനെ ഒന്നും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യണ്ട. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിങ്ങൾ ദിവസം ഒരു 8 മണിക്കാണോ എണീക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് 7:30 ആക്കുക. നാളെ എണീക്കുമ്പോൾ 7:30 എണീക്കാൻ ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ ഡോൺ വെറി, അടുത്ത ദിവസം ഒന്ന് ശ്രമിക്കുക. എന്നിട്ടും പറ്റാതിരിക്കരുത് കേട്ടോ. 7:30 എണീറ്റോളം മറ്റന്നാളാവുമ്പോഴേക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ കുറച്ച് എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ഡ്രിങ്ക്സ് എ ലോഡ് വാട്ടറിനൊന്നും വേണ്ട, ഒരു 5 ലിറ്റർ വാട്ടർ അല്ലെങ്കിൽ 4 ലിറ്റർ എന്തായാലും വെള്ളം കുടിക്കുക ഗൈസ്. പ്രത്യേകിച്ച് ഈ കാലം ചൂടാണ്, നോമ്പൊക്കെ കഴിഞ്ഞതാണ്. സോ വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കരിയർ അങ്ങോട്ട് ഫോക്കസ് ആവുമോ, പഠിപ്പ് അങ്ങോട്ട് കൂടുമോ എന്നൊന്നും ചോദിക്കണ്ട, ചെയ്തോക്ക്. ട്രസ്റ്റ് മീ,
എന്തായാലും ചേഞ്ച് ഉണ്ടാവും. നേരത്തെ എണീക്കാം, വെള്ളം കുടിക്കാം, എക്സസൈസ് ചെയ്യുക. ഉറപ്പായിട്ടും ചെറിയ വാം എക്സസൈസെങ്കിലും ചെയ്യണം കേട്ടോ ഗൈസ്. മോർണിംഗോ ഈവനിങ്ങോ ഇതിലേതെങ്കിലും ഒരു ടൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം സെലക്ട് ചെയ്യാം. ഞാൻ പറയുന്നു, ട്രസ്റ്റ് മീ, ഉറപ്പായിട്ടും ചേഞ്ച് ഉണ്ടാവും. സിംഗിൾ സ്റ്റെപ്പാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അത് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കും. എൻ്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കി, എനിക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കും. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാറില്ലേ, അതായത് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, എന്തായാലും പൊട്ടും എക്സാമിന്, കരിയർ എവിടെ എത്താൻ പോണില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ രാത്രി ഓവർ തിങ്ക് ചെയ്യുന്ന നമുക്ക് എന്തുകൊണ്ട് ഈ ഓവർ തിങ്ക് കുറച്ച് മാനിഫെസ്റ്റേഷൻ രീതിയിലാക്കിക്കൂടാ. അതായത് ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തും, അല്ലെങ്കിൽ ഞാൻ അത് അച്ചീവ് ചെയ്യും, എനിക്ക് ഫുൾ A+ കിട്ടും, എൻ്റെ ഡിഗ്രി ഞാൻ ഉയർന്ന റാങ്ക് മേടിക്കും, എന്നിട്ട് അതൊക്കെ ഒന്ന് സ്വപ്നം കണ്ട് അതൊക്കെ ഒന്ന് ഓവർ തിങ്ക് ചെയ്തൊക്കെ നമ്മൾ നന്നായിട്ട് മാർക്കൊക്കെ മേടിച്ച് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർ പ്രൗഡാവുന്ന അവരുടെ ഫേസ്, അതൊക്കെ ഇങ്ങനെ അസ്യൂം ചെയ്ത് അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പുളകം കൊള്ളു, വെറുതെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്തോഷിക്കുക. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാം ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് പുളകം കൊള്ളുമല്ലോ, പൊലിവ് കാണിക്കുമല്ലോ, അയ്യോ സീന് ഞാൻ പൊളി തന്നെ എനിക്കുള്ള മൈൻഡ് നമുക്ക് തോന്നുമ്പോൾ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരും, നല്ല രസം ഉണ്ടായിരുന്നില്ല ഇന്നലെ മാനിഫെസ്റ്റ് ചെയ്ത്. അതുപോലെ റിയൽ ആയിട്ട് നടക്കുകയാണെങ്കിൽ അടിപൊളിയാവും. സോ കുറച്ചൊന്ന് എഫേർട്ട് ഇടല്ലേ, നമ്മളെ മൈൻഡ് അറിയാണ്ട് നമ്മൾ ആ എഫേർട്ട് ഇട്ട് പോവും. കുറച്ച് നമ്മളെപ്പോഴും ഹാപ്പി 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 അങ്ങോട്ട് ആ ഒരു മൈൻഡിലോട്ടാവും. നമ്മളെ ലൈഫിൽ ദുഃഖങ്ങളൊന്നും വരില്ല എന്നല്ലോട്ട്, ദുഃഖങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അതിൻ്റെ വഴിക്ക് എന്തായാലും പോകും. ലൈഫ് ആകുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇങ്ങനെ കുറച്ച് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ അതന്നെ ടൈം കളയാറില്ലേ, അതായത് ചീത്ത കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കൊളാക്കാറില്ലേ. അപ്പോൾ ഈ നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ഓവർ തിങ്ക് ചെയ്ത് നോക്കൂ. അത് അറ്റ്ലീസ്റ്റ് മനസ്സൊന്ന് കൂടാക്കും. അത് ചിലപ്പം പഠിക്കാനും അല്ലെങ്കിൽ എന്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ട്രൈ ചെയ്യൂ ഗൈസ്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഭയങ്കര പാറ്റുണ്ട്. സോ ട്രൈ ചെയ്യൂ ഗൈസ്. നാലാമത്തെ കാര്യം കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവില്ല, ഈ പറഞ്ഞ എനിക്കും ഇഷ്ടമല്ല, ഫോൺ അഡിക്ഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഉണ്ടല്ലോ ഭയങ്കര സംഭവമായിട്ട് നല്ല കാര്യം നല്ലതാണ്. എന്നുവെച്ചാൽ ഇടയ്ക്കൊക്കെ നമുക്കൊരു റിലാക്സേഷൻ വേണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവരൊക്കെ പഠിക്കുന്നതേ ഫോൺ നോക്കിയിട്ടാവും, വീഡിയോ ക്ലാസ് കണ്ടിട്ട്, അതൊക്കെ ആവാം. ഈ റീല് സ്ക്രോളിംഗ് ഇല്ലേ, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ആൻഡ് രാത്രി 12 മണി 1 മണി വരെ റീല് സ്ക്രോൾ ചെയ്യുന്നവരാവും നിങ്ങൾ, ഷോർട്സൊക്കെ. ഞാനും അങ്ങനെ തന്നെയാണ്, കുറ്റം പറയാൻ പറ്റില്ലെന്നേ, നമ്മളത് ശീലിച്ചു പോയി. അപ്പം അതെന്തായാലും ശ്രദ്ധിക്കുക ഗൈസ്, അത് ഭയങ്കര മാറ്റം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അച്ഛൻ ഇത് ശ്രദ്ധിച്ചിട്ട് 2 ദിവസം ഫോണൊന്നും എടുത്ത് കൊണ്ടുവച്ചു, രാത്രി 10 മണിക്ക് ശേഷം തരൂലാന്ന് തന്നെ പറഞ്ഞു, എക്സാം ടൈം ആയതുകൊണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ദിവസം വാശൊക്കെ ആയിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല. 2ാമത്തെ ദിവസം ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, രാവിലെ നേരത്തെ എണീറ്റു. എന്നുവെച്ചാൽ നേരത്തെ കിടന്ന് ഉറങ്ങിയല്ലോ. സോ അപ്പോഴത്തന്നെ നമ്മൾ ആ ഫസ്റ്റ് പോയിൻ്റായ നേരത്തെ എണീക്കലും കറക്റ്റാവും, ഫോൺ യൂസേജ് ഒന്ന് കുറയും ചെയ്യും. സോ രണ്ടുണ്ട് ഗുണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫോൺ യൂസേജ് എന്തായാലും ശ്രദ്ധിക്കരുത് ഗൈസ്. അതായത് നിങ്ങളൊരു 4-5 മണിക്കൂർ ചിലവഴിക്കുന്നവരാണെങ്കിൽ അത് അരമണിക്കൂർ കട്ട് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ അനാവശ്യ സ്ക്രോളിങ് എന്തായാലും നിർത്തുക. പക്ഷേ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ ഗൈസ്, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഏറ്റവും വലിയ കാര്യം. ഒരാളെ വീഡിയോ കണ്ടിട്ട് നന്നാവണം നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എനിക്കതിനെ ഭയങ്കരമായിട്ട് മാറ്റം ഫീൽ ചെയ്തു. അപ്പോൾ ഭയങ്കര മാറ്റമല്ല, പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. എൻ്റെ വീഡിയോ കണ്ട് നന്നാവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ തന്നെ നന്നാവണം. അതായത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ ഈ വീഡിയോ കാണണമെന്ന് അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ, കണ്ടാൽ നല്ലത്. അപ്പോൾ അത്ര ഉള്ളു ഗൈസ്. ഉറപ്പായിട്ടും അല്ല, ഞാൻ പറഞ്ഞ ഫണ്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും കേട്ടോ. ചിലവർക്ക് ചിലപ്പോൾ ഫണ്ട് മനസ്സിലാവില്ല ഗൈസ്. ഇത് ഞാൻ ഫണ്ട് മാത്രം കേട്ടോ ഉദ്ദേശിച്ചത്. എന്ത് പോയിന്റ് പറഞ്ഞതും ഇത്രയും നേരം പറഞ്ഞത് ഫണ്ടല്ല, ഇപ്പം ഞാൻ കുറച്ച് നേരം ഇട്ട് കളിപ്പിക്കുന്നത്. അപ്പോൾ അത്ര ഉള്ളു ഗൈസ്. അപ്പം ഞാൻ പറയുന്നത്, യു ആർ നോട്ട് അലോൺ. ഞങ്ങളൊക്കെ ഒപ്പമുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളൊക്കെ ഒപ്പമുണ്ട്. നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണ്. നമുക്കൊക്കെ ഒരുമിച്ച് മുന്നേറാം ആൻഡ് മുന്നേറാൻ പറ്റും. അതാണ് വാസ്തവം. സോ സെറ്റാക്കാം. അപ്പോൾ അത്ര ഉള്ളു ഗൈസ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് ഇതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സമാധാനമല്ലേ. സോ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ഗൈസ്, ലവ് യു.